ഓടിക്കാൻ ഏറ്റവും സുഖമുള്ള വണ്ടി ഏതാ ചോദിച്ചാൽ അത് ബെൻസാട്ടോ. ബെൻസിൻ്റെ മേലേക്ക് വേറൊരു വാഹനമില്ല ഓടിക്കാൻ അത്രയും കംഫർട്ടും എന്താ പറയുക അത്രയും സ്റ്റെബിലിറ്റിയും എന്താ പറയുക സ്മൂത്ത് റൈഡായിട്ടുള്ളൊരു വാഹനം ഏതാ വെച്ചാൽ അത് ബെൻസാട്ടോ. വേറൊരു വാഹനത്തിനെ പറ്റി എനിക്ക് പറയാനില്ല. ഇതിൻ്റെ റിയറുള്ള സീറ്റാണ് ഭയങ്കര കംഫർട്ടായിട്ടുള്ളത്. ബെൻസിൻ്റെ റിയറുള്ള സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ എന്താ പറയുക അതിഭീകരമായ ഒരു അനുഭവമാണ് ഈ ബെൻസിൻ്റെ റിയർ സീറ്റ് എന്ന് പറയുന്നത്. ഏത് മോഡൽ എടുത്തു കഴിഞ്ഞാലും ആ ഒരു ബെൻസിൻ്റെ ആ ഒരു കംഫർട്ട് കിട്ടും നമുക്ക് റിയറുള്ള സീറ്റ് ഇരിക്കുന്ന സമയത്ത്. മറ്റുള്ള വാഹനമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബെൻസ് എക്സ്പെൻസീവാണ്. എന്താ പറയുക ലക്ഷറീൻ്റെ ഒരു പീക്ക് ലെവൽ തന്നെയാണ് ഈ ബെൻസ് എന്ന് പറയുന്ന വാഹനം. അത്രയും കംഫർട്ടാണ് ഇത് ഓടിക്കാൻ. അതേപോലെ ആ ഒരു ജർമ്മൻ ടെക്നോളജിയും അതേപോലെ അവരെ ആ ഒരു വാഹനം നിർമ്മിക്കാനുള്ള പാരമ്പര്യമായിട്ടുള്ള ഒരു കഴിവുണ്ട് അവർക്ക് ബെൻസ് കമ്പനിക്ക്. അതും ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പം നമ്മൾ ഇന്നും ഇന്നലെയും ഉണ്ടായ ഒരു കമ്പനി അല്ല ഈ ബെൻസ് കമ്പനി എന്ന് പറയുന്നത്. ഈ വാഹനം കണ്ടുപിടിച്ചതിന് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കാർൽ ബെൻസാണ്. അപ്പോൾ അവർ 100-125 വർഷമായിട്ട് വാഹനങ്ങൾ നിർമ്മിച്ചും കൊണ്ടിരിക്കുകയാണ്. പല രൂപത്തിലുള്ള വാഹനങ്ങൾ അവർ നിർമ്മിക്കുന്നുണ്ട്. അതേപോലെ കടലിലും കരയിലും ആകാശത്തും ഒക്കെ അവർ പല വാഹനങ്ങളും അവർ നിർമ്മിക്കുന്നുണ്ട്. ആകാശത്തിൽ കൂടെ പോകുന്ന വിമാനങ്ങളെ സംഭവങ്ങളൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ വെള്ളത്തിലൂടെ പോകുന്ന ബോട്ടുകളും എഞ്ചിന് ഇങ്ങനെ സംഭവങ്ങളൊക്കെ അവർ നിർമ്മിക്കുന്നുണ്ട്. അതേപോലെ കരയിലുള്ള വാഹനങ്ങൾ അവർ നിർമ്മിക്കുന്നുണ്ട്. അതാണ് ഈ ലോഗോ ഇങ്ങനെ ഫ്രണ്ടിൽ കാണാൻ ഒരു 3 ലോഗോയാണ്. അതാണ് അവരുടെ ലോഗോന്റെ മീനിങ് കിട്ടും. അപ്പോൾ ഒരു ബെൻസിന്റെ ഒരു E250 എന്ന് പറയുന്ന കാർ ഇട്ടത് നല്ലൊരു 4 സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. നല്ല രസമുണ്ട് ഈ ഒരു വാഹനം ഓടിക്കാൻ. ഇതേപോലെ തന്നെ ഇതിൽ 350 വരുന്നുണ്ട്. ഈ 350 അതേപോലെ E250 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മോഡലുകൾ വാഹനം വരും. അപ്പൊ ഈ വാഹനം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്തോ ചെറിയ ഓവർ ഹീറ്റ് ആവുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ വെറുതെ അങ്ങനെ ഓടിച്ചൊക്കെ വരച്ച് ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ലോഗോ കാണാൻ നല്ല രസം കേട്ടോ. ഈ വാഹനം പോകുന്ന സമയത്ത് ആ ഒരു ലോങ് ബോണറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് അതിൻ്റെ ആ ഒരു ലോഗോ അങ്ങനെ ഫ്രണ്ടിലുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഉണ്ട് ബെൻസിൻ്റെ.